വിഗാർഡിന്റെ ഇൻഡക്ഷൻ കുക്കർ. നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും നമുക്ക് വയ്ക്കാവുന്നതാണ്. നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് ഫോർ ഓൾ കുക്കിംഗ് വെസൽസ് എന്ന്. ഇതാണ് നമ്മുടെ പുതിയ ഇൻഡക്ഷൻ കുക്കർ. വിഗാർഡിന്റെ ആണ്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ പാനലിൽ തന്നെ നമുക്കിവിടെ ടൈമർ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോൾട്ടേജ് കാണിക്കുന്നതായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. കൂടാതെ മാനുവലായിട്ട് പ്രവർത്തിപ്പിക്കാനും അതുപോലെ ഫ്രൈ ഓർ BBQന് ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ മിൽക്കിന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ടൈമർ പവർ ഇവിടെ കാണിക്കും. അതുപോലെ ബോയിൽ ചെയ്യാനായിട്ടും പിന്നെ ദോശ, ചപ്പാത്തി അതിനുവേണ്ടി വേറൊരു ഓപ്ഷൻ അവിടെ കാണാം. അതുപോലെ ഇഡ്ലിക്കായിട്ട് വേറൊരു ഓപ്ഷനാണ് ഉള്ളത്. പവർ ബട്ടൺ ആണ് താഴെ കാണുന്നത്. ഓക്കെ, അതുപോലെ ചൂട് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ആദ്യമായിട്ട് പവർ പ്ലഗ് കണക്ട് ചെയ്യാം. ശേഷം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ ഓഫിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളമാണ് ആദ്യം തന്നെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പവർ ഓൺ ചെയ്യണം. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ മാനുവലാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം മെനു എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ 1400 ഇതിന്റെ വോൾട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കാം. അതിന് പ്ലസ് എന്നൊരു ബട്ടൺ നമുക്കിവിടെ കാണാം. 1800 ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചായ നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു 2000 2000 മാക്സിമം ഹീറ്റ് ടെമ്പറേച്ചറായിട്ട് കാണിക്കുന്നത്. ചായ തിളച്ച് കഴിയുന്നത് വരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് തുടങ്ങി. നല്ല ഹോട്ടായിട്ട് 2000 സെറ്റ് ചെയ്ത് നമ്മൾ ചായ തിളയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. 2000 സെറ്റ് ചെയ്തപ്പോൾ എളുപ്പം അത് ചൂടായി. ഇപ്പോൾ നമുക്കിവിടെ വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്കിവിടെ ടൈമർ സെറ്റ് ചെയ്യാം. ടൈമർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് നമുക്ക് ഓരോ സെക്കൻഡ്സുകൾ കൂട്ടിക്കൊടുക്കുക. ഇത്ര സെക്കൻഡ്സിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു. ഇനി ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ടെമ്പറേച്ചർ ഒന്നുകൂടി അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അതിന് പവർ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷവും നമുക്ക് അവിടെ ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോട്ട് എന്ന് കാണിക്കുന്നത് കാണാം. ഇത് ഓഫ് ആയിട്ടുണ്ട്, ബട്ട് അവിടെ ചൂടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഹോട്ട് എന്ന് കാണിക്കുന്നത്. ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ പവർ ഓഫ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഫാൻ ഓഫായി വരണം. അതിന് നമ്മൾ സമയം കൊടുക്കണം. ഇപ്പോഴും നല്ല ചൂടാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനുള്ളത്. സെയിം പ്രതലത്തിലുള്ള ഒരേ നിരപ്പിലുള്ള പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പിടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ പാത്രം ഇതിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. കംപ്ലീറ്റ്ലി ഓഫ് ആയതിനു ശേഷം ഫാനും ഓഫായ സൗണ്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഈ റെഡ് ബട്ടൺ കത്തുന്നത് ഓഫ് ആവും. അതായത് പവറിലെ റെഡ് ബട്ടൺ ഓഫ് ആയതിനു ശേഷം നമുക്ക് അൺപ്ലഗ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ തുടച്ച് ക്ലീൻ ചെയ്യാം. എന്തെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിലോ
ക്ലീൻ ചെയ്യണമെങ്കിലോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ സർഫേസിലായിട്ട് അവിടെ നമുക്ക് കോഷൻ ദ സർഫേസ് റിമെയിൻ ഹോട്ട് ആഫ്റ്റർ യൂസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലീസ് ഡു നോട്ട് ടച്ച്, ഹോട്ട് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ മാനുവലിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ എല്ലാം നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാനുവൽ എന്ന ഓപ്ഷൻ സ്വീകരിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതുള്ള കുക്കിംഗ് ഐറ്റംസ്, കറിയോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവിടെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചും നമ്മൾ കണ്ടതാണ് ചായക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള BBQന്റെ ഒരു സ്റ്റാൻഡും ഉണ്ട്. അതിന്റെ BBQ സ്റ്റാൻഡും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കണ്ടു ദോശയ്ക്ക് ചപ്പാത്തിക്ക് പ്രത്യേക പ്രസ് ബട്ടൺ ഉണ്ട്. അതുപോലെ ഇഡ്ലിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളം തിളപ്പിക്കാനും ഇപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കിയ പോലെ ചായ ഉണ്ടാക്കാനായിട്ടും ബോയിൽ എന്നുള്ള പ്രസ് ചെയ്താലും മതി. പിന്നെ മിൽക്ക് പാല് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കണ്ടതാണ്. അതും നമുക്കവിടെ ഉപയോഗിക്കാം. കുക്ക്വെയറിനായി പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അടി പരന്നിട്ടുള്ള പ്രതലം പരന്നതായിട്ടുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പാത്രത്തിന്റെ അടിവശത്ത് വെള്ളമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പാത്രം നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ പ്രവർത്തിപ്പിച്ച് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.